നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. റൂബി അത്ര നല്ല ഓഫീസറൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിത്രങ്ങളെപ്പോലെ ശത്രുക്കളും ഉണ്ടാവുമല്ലോ. അല്ല, നിങ്ങൾ ഇതിലെ ഏത് വകുപ്പിൽ വരും? മിത്രമോ അതോ ശത്രു? ശത്രു. ഞങ്ങളെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾ ആരെയും കൊല്ലാനൊന്നുമില്ല. അതോ ഇതുപോലുള്ളൊരു പോലീസ് ഓഫീസറെ. ഇത് ചെയ്തത് വേറെ ആരോ ആണ് സർ. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ സാറിനെ കൊണ്ട് പറ്റും. ഇവിടെ ഇരിക്കുവാന്നോ? പുറത്ത് നടക്കുന്നൊന്നും അറിയുന്നില്ലേ? ഇല്ല, ഞങ്ങള് മുറിയിലായിരുന്നു. എന്താ മോനെ? പോലീസ് വന്നിരിക്കുന്നു. അയ്യോ, അച്ഛനെയും ദേവികയും ചോദ്യം ചെയ്യുന്നു. കേസ് ഏതാണെന്നറിയാമല്ലോ, റൂബി വധക്കേസ്. അയ്യോ ഈശ്വര. അല്ല മോനെ, ഇവരാണോ ആ മരണത്തിന്റെ പിന്നില്? പിന്നെ ആരാ? ഇവരെ സംശയമുള്ളോണ്ടല്ലേ പോലീസ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ ഞാനുണ്ടല്ലോ, എന്നെ അവർ ചോദ്യം ചെയ്തില്ലല്ലോ. ഇത് കുഴപ്പം ചെയ്യും മുത്തശ്ശി. അച്ഛനെ വിലങ്ങ് വെച്ച് ഇവിടുന്ന് കൊണ്ടുവന്നത് നമുക്ക് കാണേണ്ടി വരും. ഓ, കൊല്ലാൻ മാത്രമുള്ള ശത്രുതയൊന്നും അവര് തമ്മിൽ ഉണ്ടായിരുന്നില്ലല്ലോ മോനെ. അമ്മയ്ക്ക് എന്തറിയാം? റൂബിയെ എന്തിനെ കൊന്നു വിചാരിച്ചിരിക്കുന്നത്? നടേശ സാറിന്റെ വധം മറച്ചു വെക്കാനല്ലേ? റൂബി ആയിരുന്നല്ലോ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അന്വേഷിച്ച് ഇവരുടെ അടുത്ത് എത്തുന്നായപ്പോഴല്ലേ ദേവിക ഇടപെട്ട് റൂബിയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷൻ കഴിഞ്ഞ് സർവീസിൽ തിരിച്ചു കയറാൻ നിൽക്കുമായിരുന്നു പാവം. അതറിഞ്ഞപ്പോഴാ ഇവരവരെ വകവരുത്തിയത്. ഓ, കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. മനുഷ്യരെയൊക്കെ ഇത്ര നിസ്സാരമായിട്ട് കൊല്ലാൻ പറ്റുമോ? അതോ ഇവർക്ക്? ഏയ്, എനിക്ക് തോന്നുന്നില്ല. ചർത്തുമോൻ എന്തോ തെറ്റ് പറ്റിയതാ. അല്ല, മനോഹരൻ അത്ര നല്ലവനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരാളെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമൊന്നും അവനില്ല മോനെ. എന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഞാനും അങ്ങനെ തന്നെ വിശ്വസിച്ചത്, അല്ലെങ്കിൽ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ പോലീസ് ഇവിടെ വന്നിട്ടുണ്ട്. അവരെന്തിനു വന്നു? അവര് മണ്ടന്മാരൊന്നും അല്ലല്ലോ. അയ്യോ, ഒന്നും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വീട് നശിച്ചു. എനിക്കൊരു വിഷമമില്ലമ്മേ. എന്നു മുതലാണോ ദേവിക പറയുന്നത് മനോഹരേട്ടൻ അനുസരിക്കാൻ തുടങ്ങിയത്, അന്ന് മുതൽ നാശം തുടങ്ങിയതാ. അമ്മ പറഞ്ഞ പോലെ ഈ വീട് നിലംപൊത്താൻ പോവൂ അമ്മേ. അതിന്റെ ലക്ഷണങ്ങളാ ഈ കാണുന്നത് മുഴുവൻ. ദേവികയും കൂട്ടുകാരുമാണ് അത് ചെയ്തിട്ടുള്ളെങ്കിൽ തീർച്ചയായും പിടിക്കപ്പെടും. അത്ര സ്ട്രോങ് ആയിട്ടാ അന്വേഷണം നടക്കുന്നത്. അത് വേണമല്ലോ മോനെ. ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കണം. ഒന്ന് ഞാൻ തീർത്ത് പറയാം, പോലീസിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടാലും കുറ്റം ചെയ്തവരെ ദൈവം കൊടുക്കും. ഒരുത്തനെ കൊന്നിട്ട് വിലസി നടക്കാനൊന്നും ദൈവം ഒരുത്തനെയും സമ്മതിക്കില്ല. കണ്ടോ? ഈ മുൻ ഡിവൈഎസ്പി നടേശൻ സാർ മരിച്ചത് എങ്ങനെയാണെന്നറിയോ? അറിയാം, വിഷുള്ളിൽ ചെന്നല്ലേ. അപ്പം എസ് ഐ റൂബിയോ? അതും വിഷമുള്ളിൽ ചെന്ന. അപ്പോൾ രണ്ടാളും മരിച്ചത്